സംഭലിലേക്കുള്ള യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും യു.പി. പോലീസ് തടഞ്ഞു. അബ്ദുൾ റഷീദ് തുടരുന്നു. റഷീദ്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം യു.പിയിൽ നിന്നുള്ള ഒരു എം.പി. കൂടിയാണ്. അദ്ദേഹത്തിന് അടക്കം അവിടേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയാണ്. എന്ത് ജനാധിപത്യ മര്യാദയാണ് യു.പിയിലെ ബി.ജെ.പി. സർക്കാർ കാണിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജനാധിപത്യത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം നടത്തുന്ന ഒരു സമീപനം തന്നെയാണ് യു.പി. പോലീസ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഒരു രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു എം.പി. കൂടിയാണ്, ഒരു ജനപ്രതിനിധി കൂടിയാണ്. മാത്രമല്ല ലോക്സഭാ കക്ഷി നേതാവ് കൂടിയാണ്. ഇത്തരം വലിയ നേതാക്കൾക്ക് പോലും ഒരു പ്രവേശനം വിലക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഷമ്മി, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലും സംഘവും ഈ പ്രതിഷേധത്തെ തുടർന്ന് അല്ലെങ്കിൽ ഈ വിലക്കിനെ തുടർന്ന് മടങ്ങാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മടങ്ങുന്നു എന്നൊരു സൂചന കൂടി നമുക്ക് ലഭ്യമാണ്. കാരണം 1.5 മണിക്കൂറിലധികമായി ഗാസിയാപൂരിൽ വെച്ച് ഈ സംഘത്തെ, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള സംഘത്തെ ഇപ്പോൾ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും തങ്ങൾക്ക് ഏതെങ്കിലും വിധേന അങ്ങോട്ട് കടക്കണം അല്ലെങ്കിൽ സംഭൽ സന്ദർശിക്കണമെന്ന ആവശ്യം നിരവധി തവണ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ആ സംഭലിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇത് തങ്ങൾ ഭരണഘടനക്കെതിരെയുള്ള ഒരു ബി.ജെ.പി. സർക്കാരിന്റെ കടന്നുകയറ്റമാണ്, ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അല്പസമയത്തിനകം ഇവിടെ നിന്നും മടങ്ങിയേക്കാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. കാരണം 1.5 മണിക്കൂറിലധികമായി ഖാസിയാപൂരിൽ വലിയ സന്നാഹത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് 1000-ലധികം വരുന്ന സേനയെയും പോലീസിനെയും വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പ്രതിപക്ഷ നേതാക്കളെ തടയുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും ഇടയാക്കുന്ന ഒരു സാഹചര്യവും 1.5 മണിക്കൂറിലധികമായി ഇപ്പോൾ ഖാസിയാപൂർ അതിർത്തിയിൽ ഉണ്ട്. എന്തായാലും സംഭലിലേക്ക് ഇവിടുന്ന് 140 കിലോമീറ്ററോളം ഉണ്ട്. ഈ 140 കിലോമീറ്ററിന് ഇപ്പുറത്ത് അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ സേനയെയും പോലീസിനെയും വിന്യസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം തടയുന്ന ഒരു സമീപനമാണ് യോഗി ആദിത്യനാഥ് സർക്കാർ കൈക്കൊള്ളുന്നത്. എന്തായാലും ജനാധിപത്യ നടപടികൾക്കെതിരെയും ഒപ്പം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസ് നടപ്പിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഒരു പക്ഷേ ഈ ബാരിക്കേഡുകളൊക്കെ തന്നെയും നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ ഒരു വിധേനയും കടത്തിവിടാനുള്ള ഒരു നടപടി ഇപ്പോഴും ഉത്തർപ്രദേശ് പോലീസ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മടങ്ങുന്നു എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഈ ബാരിക്കേഡുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് 10000-ലധികം ബാരിക്കേഡുകൾ വിവിധ പ്രദേശങ്ങളിലായി ഈ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെയും ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെയും മറ്റു പ്രവർത്തകരുടെയും സംഭൽ സന്ദർശനം തടയുന്നതിന്റെ ഭാഗമായി വലിയ രീതിയിൽ വാഹന ഗതാഗതമൊക്കെ സ്തംഭിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഉത്തർപ്രദേശ് പോലീസ് കടന്നത്. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിൽ ബാരിക്കേഡുകളൊക്കെ തന്നെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾ നീക്കം ചെയ്ത് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി മടങ്ങുമെന്ന ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശ് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാക്കൾ എന്നതിലുപരി തങ്ങൾ ജനപ്രതിനിധികൾ കൂടിയാണ്. ഇത്തരം ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ തടയിടുന്നത് എന്ന ഒരു വാദം കൂടി കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു. എന്തായാലും 1.5 മണിക്കൂറിലധികമായി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഒന്നടങ്കം വലിയ സന്നാഹത്തോടു കൂടി ഖാസിയാപൂരിൽ വെച്ച് തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഷമി, സംഭാലിലേക്കുള്ള യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മറ്റ് നേതാക്കന്മാരെയും ഗാസിപൂരിൽ വെച്ച് യു.പി. പോലീസ് തടഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ സംഭാലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അവിടേക്കുള്ള യാത്ര ഇനി സാധ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.